നമസ്കാരം. 1ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ യൂണിറ്റാണ്. ആദ്യത്തെ 2 യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കാണണേ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലത്തെ. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് നോക്കിയറിയാം, മ്യൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ മ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ അതിനുള്ളൊരു എന്താണ് മ്യൂ എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ട്. കാരണം അതിൽ ആരുടെയൊക്കെ ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പൂച്ചയുടെ ചിത്രം നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താഴെയായിട്ട് ഒരു നായ്ക്കുട്ടിയുടെ ഒരു പകുതി ഭാഗം പുറകുവശം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മ്യൂ എന്നുള്ള സൗണ്ട് ആരാണ് പൊതുവെ പുറപ്പെടുവിക്കാറുള്ളത്? പൂച്ചയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഒരു പൂച്ചയുടെ മ്യൂ ശബ്ദത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. The puppy was sleeping on a mat near the sofa. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് ആരെയൊക്കെ കാണാം? ഒരു പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട്. ഒരു പൂച്ച അവിടെ കേർട്ടൻ്റെ ഒക്കെ പിന്നിലായിട്ട് ഒളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ എന്താ പറയുന്നത്? ദ പപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കുട്ടിയാണ്. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുകയായിരുന്നു. ഒരു പപ്പി അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി എന്ത് ചെയ്യാണ്? ഉറങ്ങുകയായിരുന്നു. എവിടെ കിടന്നിട്ടാണ് ഉറങ്ങണേ? ഓൺ എ മാറ്റ്, ഒരു പായയിൽ കിടന്നിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പായയുടെ മേലെയാണ് നമ്മുടെ പപ്പി കിടന്നുറങ്ങുന്നത്. ഓൺ എ മാറ്റ് നിയർ ദ സോഫ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. നിയർ ദ സോഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സോഫയുടെ അടുത്ത്. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. പപ്പി എവിടെയാണ് കിടന്നുറങ്ങുന്നത്? സോഫയുടെ അടുത്ത് ആയിട്ട് വിരിച്ചിട്ടുള്ള ഒരു മാറ്റിൽ, ഒരു പായയിലായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. മ്യൂ, ഹി ഹേർഡ് എ സൗണ്ട്. ആ സമയത്ത് ആളൊരു സൗണ്ട് കേൾക്കുകയാണ്. ഹി ഹേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുക, കേട്ടു. ആളെന്ത് കേട്ടു? എ സൗണ്ട്, ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം? മ്യൂ എന്നുള്ളൊരു സൗണ്ടാണ് ആൾ കേൾക്കുന്നത്. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. അപ്പോൾ പപ്പി എന്ത് ചെയ്യാണ്? റേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. എന്താണ് ഉയർത്തിയത്? ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ തല. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്. പപ്പി അവൻ്റെ തല ഉയർത്തി നോക്കുകയാണ്. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ എന്ത് ചെയ്യാണ്? ചുറ്റുപാടും നോക്കുകയാണ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും, ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി. എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു മ്യൂ എന്നുള്ളൊരു ശബ്ദം കേട്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ആളങ്ങനെ ചുറ്റുപാടും തല പൊക്കിയിട്ട് നോക്കുകയാണ്. ഓ, നോബഡി ഈസ് ഹിയർ. എന്നിട്ട് ആൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഒന്നും കാണുന്നില്ല. അപ്പോൾ അവൻ എന്താ പറയുന്നത്? നോബഡി ഈസ് ഹിയർ. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ. നോബഡി ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ഇവിടെ ആരുമില്ല, ആരും കാണുന്നില്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് എഗെയിൻ. അപ്പോൾ അവൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആൾ ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. മ്യൂ, വീണ്ടും ആ ഒരു ശബ്ദം ആൾക്ക് കേൾക്കാൻ പറ്റുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം. നമ്മുടെ പപ്പി വീണ്ടും കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് ആൾ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത്. ഹു ഈസ് ദർ? ആരാണ് അവിടെ? ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിക്കുക, ആരാണ് അവിടെ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അവൻ എന്ത് ചെയ്യാണ്? ആ ഒരു ബെഡിൻ്റെ താഴെ പോയി നോക്കുക. ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ, ബെഡിൻ്റെ അടിയിൽ കൂടെ പോയി നോക്കുന്നത്. അപ്പോൾ ആളെന്ത് ചെയ്യാണ്? അതിൻ്റെ താഴെ പോയിട്ട് ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അണ്ടർ ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡിൻ്റെ താഴെ. നോബഡി ഈസ് ഹിയർ. ഇവിടെയും ആരുമില്ല. നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ദെൻ ഹി സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. പിന്നെ അവൻ എവിടെ പോയി തിരയുകയാണ്? സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയുക. സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. എവിടെയാണ് തിരയുന്നത്? ടേബിളിൻ്റെ അടിയിൽ. അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അടി. അണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ എന്നുള്ള മീനിങ് ആണ്. അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ. മേശയുടെ താഴെ പോയിട്ട് ആൾ തിരഞ്ഞു നോക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് പൂച്ച ഒളിച്ച് കളിക്കുന്നത് കാണാം അല്ലേ. അവൻ ബെഡിൻ്റെ താഴെ നോക്കുമ്പോൾ പൂച്ച എവിടെയായിരുന്നു? ബെഡിൻ്റെ മുകളിലായിരുന്നു. അവൻ ടേബിളിൻ്റെ താഴെ നോക്കുമ്പോൾ പൂച്ച എവിടെയാണ്? ടേബിളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. നോബഡി വാസ് ദർ. അതിൻ്റെ അടിയിലും ആരെയും കാണാനില്ല. അപ്പം നമ്മുടെ പപ്പിക്ക് അറിയുന്നില്ല ആരാണ് മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ആർക്കറിയാം? നമുക്കറിയാം ആരാണ് മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നത് അല്ലേ. ആരാണ്? അവിടെ ഒരു പൂച്ച ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചയാണ് അവനെ പറ്റിക്കാൻ വേണ്ടി മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ പപ്പിക്കുട്ടി എന്ത് ചെയ്യുന്നില്ല? ആളെ കാണുന്നില്ല. ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ വിൻഡോ. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ആ ജനലിൻ്റെ മുകളിലേക്ക് അവൻ കയറുകയാണ്. ക്ലൈംബ്ഡ് എന്ന് പറഞ്ഞാൽ കയറുക. അപ്പോൾ ഓൺ ടു ദ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോയുടെ മുകളിലേക്ക്. അപ്പോൾ വിൻഡോയിലേക്ക് അവൻ ജനാലയുടെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? അവൻ കയറുകയാണ്. ആൻഡ് ലുക്ക്ഡ് ഔട്ട്. എന്നിട്ട് ജനലിൽ കൂടെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് നോക്കുകയാണ്.
ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. അപ്പോൾ ആൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു കോഴീനെയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. മുറ്റത്തായിട്ട് അവനൊരു പൂവൻ കോഴീനെയാണ് കാണുന്നത്. അപ്പോൾ റൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവൻ കോഴി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കോഴീനെയാണ് കാണുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ആൾ നമ്മുടെ കോഴിയുടെ അടുത്ത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. പപ്പി എന്ത് ചെയ്യാണ്? ആ ഒരു റൂസ്റ്ററിൻ്റെ അടുത്തേക്ക്, റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. അപ്പോൾ കോഴിയുടെ അടുത്തേക്ക് റാൻ എന്ന് പറഞ്ഞാൽ ഓടി. അപ്പോൾ ആളെന്ത് ചെയ്യാണ്? പൂവൻ കോഴിയുടെ അന്വേഷിക്കാൻ വേണ്ടി ആളുടെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്. ഹൂ സെഡ് മ്യൂ? എന്നിട്ട് അവൻ എന്താ ചോദിക്കണേ? ആരാണ് ഇവിടെ മ്യൂ എന്ന് പറഞ്ഞത്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. അവൻ എന്ത് ചെയ്യാണ്? ആ ഒരു കോഴിയോട് പോയിട്ട് ചോദിക്കുകയാണ്. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്. അപ്പോൾ റൂസ്റ്റർ എന്ത് ചെയ്യാണ്? അവൻ്റെ ചിറകുകൾ ഇങ്ങനെ അടിച്ച് കാണിക്കുകയാണ്. ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ ചിറകടിക്കുക. അപ്പോൾ റൂസ്റ്റർ അവൻ്റെ ചിറകൊന്ന് ഇങ്ങനെ ഇളക്കി അടിച്ചൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് സാങ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു പാട്ട് പാടുകയാണ്. സാങ് എന്ന് പറഞ്ഞാൽ പാടുക. അപ്പോൾ എന്താ അവൻ പാടുന്നത്? കോക്ക് എ ഡൂഡിൽ ഡൂ. അപ്പോൾ കോഴി പറയുകയാണ് കോക്ക് എ ഡൂഡിൽ ഡൂ. അപ്പോൾ ഞാനൊരു കോഴിയാണ്, എനിക്ക് കോക്ക് എ ഡൂഡിൽ ഡൂ എന്നുള്ള രീതിക്കുള്ള ശബ്ദം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീ പറഞ്ഞ പോലെ മ്യൂ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്ന് കോഴിയുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാണിക്കുകയാണ്. ക്യാൻ യു സേ മ്യൂ? ആസ്ക്ഡ് ദ പപ്പി. അപ്പോൾ പപ്പി വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് മ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. കാരണം എന്തിനാ? ആരാ ഇവനോട് മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ തിരയുകയാണ്. അപ്പോൾ കോഴിയോട് ചോദിക്കണം, നിനക്ക് മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ അറിയോ? ഐ കനോട്ട്. അപ്പോൾ കോഴി പറയാണ് ഐ കനോട്ട്. എന്നെക്കൊണ്ട് സാധിക്കില്ല. ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡൂ. എനിക്ക് ആകെ എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? കോക്ക് എ ഡൂഡിൽ ഡൂ എന്ന് മാത്രമാണ് എന്നെക്കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നീ പറയുന്ന പോലെ മ്യൂ എന്നുള്ള ശബ്ദമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. സെഡ് ദ റൂസ്റ്റർ. അങ്ങനെയാണ് നമ്മൾ റൂസ്റ്റർ പറയുന്നത്. മ്യൂ. ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. വീണ്ടും നമ്മുടെ പപ്പി എന്ത് ചെയ്യാണ്? അതേ ശബ്ദം കേൾക്കുകയാണ്. ഹി സോ എ കെന്നൽ നിയർ ബൈ. അപ്പോൾ അവൻ അടുത്ത് കാണുന്നത് എന്താണ്? ഒരു കെന്നലാണ്. കെന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായക്കൂടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പട്ടിക്കൂടാണ് എന്ത് ചെയ്യുന്നത്? അവൻ അവിടെ അടുത്ത് കാണുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഹിയർ. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു നായക്കൂടിൻ്റെ അകത്തായിരിക്കും ഈ മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്ന ആളിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട് ആ നായക്കൂടിൻ്റെ അകത്തല്ല, അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മുടെ പൂച്ച ഇരിക്കുന്നത്. സെഡ് ദ പപ്പി. ഹി വാക്ക്ഡ് ടു ദ കെന്നൽ. എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? കെന്നലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. കെന്നൽ എന്തായിരുന്നു? നായക്കൂടാണ്. അപ്പം നായക്കൂടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണെന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ആ മ്യൂ എന്ന ശബ്ദം ഉണ്ടാക്കുന്ന ആൾ. ഇപ്പം പിടിക്കും ഞാൻ അവനെ എന്നും പറഞ്ഞിട്ട് പോവാണ്. ഹി സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അപ്പോൾ അവൻ അവിടെ എന്താ കാണുന്നത്? സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താണ് കണ്ടത്? എ ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നായ. അപ്പോൾ അവൻ കാണുന്നത് ഒരു നായേനെയാണ്. ഇൻ ദ കെന്നൽ. കെന്നലിൻ്റെ ഉള്ളിലുള്ളത് ഒരു നായയായിരുന്നു. വാസ് ദാറ്റ് യു? അപ്പോൾ പൂച്ച അപ്പം നമ്മുടെ പപ്പി ചോദിക്കുകയാണ് വാസ് ദാറ്റ് യു? അത് നീയായിരുന്നോ എന്നാണ് നമ്മുടെ നായയോട് നമ്മുടെ നായക്കുട്ടി ചോദിക്കുന്നത്. വാട്ട്? അപ്പോൾ നമ്മുടെ നായ ചോദിക്കാൻ എന്തിൻ്റെ കാര്യം നീ ചോദിക്കണേ? യു സെഡ് മ്യൂ റൈറ്റ്. അപ്പം നമ്മുടെ പപ്പി ചോദിക്കുകയാണ് നീയാണ് മ്യൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. മീ? ബൗ വൗ. ആർ യു ജോക്കിംഗ് പപ്പി? അപ്പോൾ നായ പറയുകയാണ് ഞാനോ? എന്നെക്കൊണ്ട് ബൗ വൗ എന്നുള്ള ശബ്ദം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നീ തമാശ പറയുകയാണോ? ആർ യു ജോക്കിംഗ്? ജോക്കിംഗ് എന്ന് പറഞ്ഞാൽ തമാശ പറയുക. നീ തമാശ പറയുകയാണോ പപ്പി? എനിക്കാകെ ബൗ വൗ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മ്യൂ ഒന്നും എന്നെക്കൊണ്ട് അറിയാത്ത കാര്യമാണ്. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പോൾ ഡോഗ് നായ എന്ത് ചെയ്യാണ്? അവന് ദേഷ്യം വരികയാണ്. ഒരു കാര്യമില്ലാണ്ട് കിടന്നുറങ്ങുന്ന ആളുടെ കൂട്ടിൽ കയറി വന്നിട്ട് നിനക്ക് മ്യൂ ഒന്ന് ശബ്ദം ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? നമ്മുടെ ഡോഗിന് ഭയങ്കര ദേഷ്യം വരികയാണ്. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ദ പപ്പി വാസ് അഫ്രെയ്ഡ്. അപ്പോൾ ആ ദേഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ, നായയുടെ ദേഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പിക്ക് ഭയങ്കര പേടിയാവുകയാണ്. പപ്പി വാസ് അഫ്രെയ്ഡ്. അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. അവൻ എന്ത് ചെയ്യാണ്? വേഗം ഗാർഡനിലേക്ക്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. പൂന്തോട്ടത്തിലേക്ക് ഓടി പോവാണ്. റഷ്ഡ് എന്ന് പറഞ്ഞാൽ ഓടി പോവുക. പേടിച്ചിട്ട് കേട്ടോ, ഇനിയിപ്പോൾ നായെങ്ങാനും വന്ന് കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഹി ഹിഡ് അണ്ടർ എ ബുഷ്. എന്നിട്ട് അവൻ ഓടിപ്പോയിട്ട് പൂന്തോട്ടത്തിലെ ഒരു കുറ്റിച്ചെടിയുടെ, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി, കുറ്റിച്ചെടിയുടെ അടിയിൽ പോയിട്ട് അവൻ ഒളിക്കുകയാണ്. ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു. ദ പപ്പി സോ എ ഹണി ബീ ഓൺ എ ഫ്ലവർ. ഇനി അടുത്ത് നമ്മുടെ പപ്പി ആരെയാണ് കാണുന്നത്? ഒരു ഹണി ബീയാണ് കാണുന്നത്. ഒരു പൂവിലിരിക്കുന്ന ഹണി ബി. ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവാണ്. ഫ്ലവറിലിരിക്കുന്ന ഹണി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തേനീച്ച. പൂവിൽ തേൻ കുടിക്കുന്ന ഒരു തേനീച്ചയാണ് നമ്മുടെ പപ്പി അടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ അവൻ എന്താ വിചാരിക്കുക? എന്നപ്പോൾ അത് ഇവൻ തന്നെ ആയിരിക്കും, ഈ തേനീച്ച തന്നെയാണ് ഈ മ്യൂ സൗണ്ട് ഉണ്ടാക്കുന്നതെന്നല്ലേ ആൾ വിചാരിക്കുക. അപ്പോൾ അത് തന്നെയാണ് അവൻ വിചാരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഹിം.
ഇത് അവൻ തന്നെയാണ്, ഇവനാണ് ഈ മ്യൂ ശബ്ദം ഉണ്ടാക്കുന്നത്. തോട്ട് ദ പപ്പി, പപ്പിക്ക് അങ്ങനെ തോന്നുകയാണ്, പപ്പി അങ്ങനെ വിചാരിച്ചു. യു സെഡ് മ്യൂ ഡിഡ്ന്റ് യു? എന്നിട്ട് പോയിട്ട് തേനീച്ചയോട് ചോദിക്കുകയാണ്, നീയാണ് മ്യൂ എന്ന് പറഞ്ഞതല്ലേ എന്നുള്ള രീതിക്ക് തേനീച്ചയോട് പോയിട്ട് നമ്മുടെ പപ്പിക്കുട്ടൻ ചോദിക്കുകയാണ്. മീ ബസ് ദ ഹണീബി. അപ്പോൾ ഹണീബി നമ്മുടെ തേനീച്ച എന്താ പറയുന്നത്, ഞാനോ? എനിക്കാകെ ഉണ്ടാക്കാൻ പറ്റുന്ന ശബ്ദം എന്താണ്? എന്നുള്ളൊരു ശബ്ദം മാത്രമേ എനിക്കറിയുള്ളൂ. ഗോ അവേ, ഒന്ന് പൊയ്ക്കേ എവിടെ നിന്ന് എന്ന് പറയുകയാണ്. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അതെന്ത് ചെയ്യാണ്, നമ്മുടെ പപ്പിയുടെ മൂക്കിനിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. സ്റ്റങ് എന്ന് പറഞ്ഞാൽ കുത്തി. തേനീച്ച അതിൻ്റെ കൊമ്പ് കൊണ്ട് നമ്മുടെ പപ്പിക്കുട്ടൻ്റെ മൂക്കിനിട്ടൊരു കുത്തു കൊടുക്കുകയാണ് ദേഷ്യം വന്നിട്ട്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പിക്കുട്ടൻ മൂക്കും പിടിച്ചൊരൊറ്റ ഓട്ടം ഓടുകയാണ് അവിടെ നിന്ന്. ദ പപ്പി ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. അപ്പോൾ വേദനിച്ചിട്ട് നമ്മുടെ പപ്പി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ തേനീച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു പോണ്ടിൽ പോയിട്ട് ചാടുകയാണ്. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി, ഇൻ ടു എ പോണ്ട്. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. നമുക്ക് ആ ചിത്രത്തിൽ കാണാമല്ലേ. ദ ഹണി ബി വെൻ ബാക്ക്. അപ്പോൾ അവൻ വെള്ളത്തിൽ ചാടിയെന്ന് കാണുമ്പോൾ നമ്മുടെ തേനീച്ച എന്ത് ചെയ്യാണ്, തിരിച്ചു പോവുകയാണ്. ദ പപ്പി കെയിം ഔട്ട്. എന്നിട്ട് തേനീച്ച പോയി എന്ന് കാണുമ്പോൾ നമ്മുടെ പപ്പി എന്ത് ചെയ്യാണ്, പുറത്ത് വരുന്നുണ്ട്. കെയിം ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കെയിം എന്ന് പറഞ്ഞാൽ വന്നു, ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു. മ്യൂ സംബഡി എഗെയിൻ സെഡ്. അപ്പോൾ വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ്. മ്യൂ എന്നുള്ള ശബ്ദം വീണ്ടും നമ്മുടെ പപ്പിക്കൂട്ടം കേൾക്കുകയാണ്. ദ പപ്പി സോ എ ഫ്രോഗ്. ഇത്തവണ ആരെയാണ് കാണുന്നത്, നമ്മുടെ പപ്പി ഒരു തവളയാണ് കാണുന്നത്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള. ചിത്രത്തിൽ കാണുന്നുണ്ട് തവള ചാടിപ്പോകുന്നത് അല്ലേ. ക്യാൻ യു സേ മ്യൂ? അപ്പം നമ്മുടെ പപ്പിക്കൂട്ടൻ ഒരാവശ്യമില്ലാണ്ട് വീണ്ടും ഈ കുത്തൊന്നും കിട്ടിയത് അവന് പോരാ. എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ, അടുത്ത ആളോട്, ഒരു തവളയെ കണ്ടപ്പോൾ തവളയോട് പോയി ചോദിക്കുകയാണ്, നിന്നെ കൊണ്ട് മ്യൂ എന്ന് പറയാൻ പറ്റുമോ? നിനക്കറിയാം മ്യൂ എന്ന് പറയാൻ? ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. ഫ്രോഗ്സ് ക്യാൻ ഓൺലി ക്രോക്ക്. ഇപ്പോൾ ഫ്രോഗ് പറയാണ് ക്രോക്ക് ക്രോക്ക്. എനിക്ക് ആകെ ഉണ്ടാക്കാൻ പറ്റുന്ന ശബ്ദം ക്രോക്ക് ക്രോക്ക് എന്നുള്ള ശബ്ദം മാത്രമാണ്. എന്തൊരു മണ്ടനാണ് ഈ പപ്പി. ഞങ്ങളെ കൊണ്ട് ആകെ ഈ ക്രോക്ക് ശബ്ദം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മ്യൂ എന്നൊന്നും പറയാൻ ഞങ്ങൾക്കറിയില്ല എന്ന് നമ്മുടെ തവള പറയുകയാണ്. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. അതും പറഞ്ഞിട്ട് നമ്മുടെ തവള എന്ത് ചെയ്യാണ്, വെള്ളത്തിലോട്ടെടുത്ത് ചാടുകയാണ്. അപ്പോൾ ചിത്രത്തിൽ നോക്കിയാൽ നമ്മുടെ പപ്പിക്കൂട്ടൻ്റെ മൂക്കിൽ ചുവന്ന നിറങ്ങുണ്ടോ, അത് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ തേനീച്ചയുടെ നല്ല കുത്തു കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ നല്ല ചുവന്ന് വീർത്തിരിക്കുന്നുണ്ട്. ദ പപ്പി വെൻ ഹോം. അങ്ങനെ നമ്മുടെ പപ്പി എന്ത് ചെയ്യാണ്, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. എവിടേക്ക് പോയി? ഹോം. ഹോം എന്ന് പറഞ്ഞാൽ എന്താ, വീടാണ് അല്ലേ. അപ്പോൾ അത് കിട്ടേണ്ട, കുത്തും വീഴേണ്ട, വെള്ളത്തിൽ വീഴലും എല്ലാം കഴിഞ്ഞിട്ട് ആളെന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. അവൻ എന്താണ്, ആകെ നനഞ്ഞിട്ടുണ്ട്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. ആൻഡ് സാഡ് എന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തിലാണ്, നനഞ്ഞ് കുതിർന്ന് ആകെ സങ്കടത്തിലായിട്ടാണ് നമ്മുടെ പപ്പി വീട്ടിലെത്തിയിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവൻ അവിടെ അകത്ത് വന്ന് കിടക്കുകയാണ്. ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. ആ ഒരു കട്ടിലിൻ്റെ അടുത്ത് കിടക്കുന്ന, ആദ്യം അവൻ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പായയിൽ തന്നെ വന്നിട്ട് അവൻ കിടക്കുകയാണ് ക്ഷീണിച്ചിട്ട്. സഡൻലി ഹി ഹേർഡ് മ്യൂ. വീണ്ടും അവൻ എന്ത് കേൾക്കുകയാണ്, ഈ ഒരു മ്യൂ ശബ്ദം കേൾക്കുകയാണ്. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ. എന്നിട്ട് അവൻ വേഗം അവിടെ നിന്ന് കിടന്നുടന്ന് ചാടി എഴുന്നേറ്റ് നോക്കുകയാണ്. എ ഫാറ്റ് കാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. അവൻ എന്താ കാണുന്നത്, ഒരു തടിച്ച പൂച്ച ആ ഒരു മേശയുടെ മുകളിൽ ഇരിക്കുകയാണ്. എ ഫാറ്റ് കാറ്റ്, ഒരു തടിച്ച പൂച്ചയാണ് കേട്ടോ. ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിറ്റിംഗ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഒരു പൂച്ച ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ അവന് ദേഷ്യം വരില്ലേ, കാരണം ഇത്രയും നേരം അവനെ പറ്റിച്ചതും പോരാ, തേനീച്ചയുടെ കുത്തും വെള്ളത്തിൽ വീഴലും മറ്റുള്ളവരുടെ കളിയാക്കലും ഒക്കെ കേട്ടിട്ടാണ് അവൻ വന്ന് കിടക്കുന്നത്. അപ്പോഴും വീണ്ടും കളിയാക്കാൻ വേണ്ടി മ്യൂ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പപ്പിക്കൂട്ടൻ അവനെ നോക്കി കുരയ്ക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്ന പൂച്ച? വൗ ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ കാറ്റ്. പപ്പി എന്ത് ചെയ്യാണ്, ബാർക്ക്ഡ് അറ്റ് ദ കാറ്റ്. ബാർക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരച്ചു. പൂച്ചേനെ നോക്കിയിട്ട് കുരയ്ക്കുകയാണ്. ദ കാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക് ആൻഡ് ഹിസ്ഡ്. അപ്പോൾ കാറ്റ് എന്ത് ചെയ്യാണ്, അവൻ്റെ ആ ഒരു മുതുക് ഇങ്ങനെ വളച്ചിട്ട്, പൂച്ചകൾ കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ മുതുക് വളച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പം അതുപോലെ ദ കാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക്. പൂച്ച അവളുടെ ബാക്ക് ഇങ്ങനെ വളച്ചിട്ട് ആൻഡ് ഹിസ്ഡ്, എന്നിട്ടൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. ഷ് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. പൂച്ചയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ദ കാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. അതും പറഞ്ഞിട്ട് ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് കാറ്റ് എന്ത് ചെയ്യാണ്, ജംപ്ഡ് അറ്റ് ദ പപ്പി. ആ ഒരു പപ്പിയുടെ അടുത്തേക്ക് ചാടുകയാണ്. ഫിർ മ്യൂ. ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് മ്യൂ എന്നുള്ളൊരു സൗണ്ട് കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പൂച്ച എന്ത് ചെയ്യാണ്, നമ്മുടെ പപ്പിയുടെ മേലേക്ക് ചാടുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയറിയാം, നമ്മുടെ പപ്പിയുടെ മൂക്കിലെ മുറി പോയിട്ട് അതിൻ്റെ കൂടെ എന്തുകൂടെയായി, ചെവിയിൽ കൂടെ മുറിയായിട്ടുണ്ട്. ദ കാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ. പൂച്ച എന്ത് ചെയ്തു, സ്ക്രാച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. പപ്പിയുടെ ചെവിയിൽ മാന്തി. സ്ക്രാച്ചർ എന്ന് പറഞ്ഞാൽ മാന്തി.
ആൻഡ് റാൻ അവേ, ഒരു മാന്തും കൊടുത്തിട്ട് നമ്മുടെ പൂച്ച എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ദ പപ്പി കെയിം ബാക്ക് ടു ഹിസ് മാറ്റ്, നമ്മുടെ പപ്പി എന്ത് ചെയ്യാണ്, തിരിച്ച് അവൻ്റെ മാറ്റിലേക്ക് തന്നെ വന്ന് കിടക്കുകയാണ്. ആൻഡ് ഫെൽ അസ്ലീപ്പ്, എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, ഉറങ്ങുകയാണ്. നൗ ഹി ന്യൂ ഹൂ സെഡ് മ്യൂ, ഇപ്പം അവന് നന്നായിട്ട് അറിയാം ആരാണ് മ്യൂ എന്ന് പറഞ്ഞത്. കാരണം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തോന്നി എന്ന് പറയുന്ന മാതിരിക്ക് നല്ല മാന്ത് കിട്ടിയപ്പോഴാണ് അവന് മനസ്സിലായത് ആരാണ് ഈ ഒരു ശബ്ദം ഉണ്ടാക്കുന്നതെന്ന്. അല്ലേ? താങ്ക് യു.